നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ദീപ തോമസ്. ഇന്നത്തെ ഈ സമൂഹത്തിൽ നാം ഒരുപാട് സ്പാംസ് അല്ലെങ്കിൽ ഓൺലൈൻ തട്ടിപ്പുകൾ അറിയുന്നു കേൾക്കുന്നുമുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ ചിലരെങ്കിലും ഇങ്ങനെയുള്ള വാർത്തകൾ അറിയുകയും പിന്നീട് അതിനെ മറക്കുകയും ചെയ്യുകയാണ് പതിവ്. പക്ഷെ ഈ രീതി നമ്മൾ മാറ്റണം. പലരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത്. പ്രത്യേകിച്ച് ഒമാൻ പോലുള്ള രാജ്യത്ത് ജോലി നോക്കുന്നവർക്കറിയാം ഈ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന്. ഈ തട്ടിപ്പുകൾ വീഴാതെ ഇരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നമുക്കൊന്ന് ഇവിടെ നോക്കാം. ഒരു അൺനോൺ നമ്പറിൽ നിന്നോ ഇന്റർനെറ്റ് കോൾസ് അല്ലെങ്കിൽ മെസ്സേജസ് അറ്റൻഡ് ചെയ്യാനോ റിപ്ലൈ ചെയ്യാനോ ശ്രമിക്കാതിരിക്കുക. ചിലപ്പോൾ നമ്മൾക്ക് വരുന്ന കോളിന്റെ പേര് നമ്മൾക്ക് പരിചയമുള്ളതും ആയിരിക്കും, ബട്ട് ഡിഫറെന്റ് നമ്പർ ആയിരിക്കും. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഫോൺ എടുത്താൽ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കോൾസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. രണ്ടാമതായി, ബാങ്കിന്റെ സൈഡിൽ നിന്നോ ROP അല്ലെങ്കിൽ മിനിസ്ട്രിയുടെ സൈഡിൽ ഇങ്ങനെയുള്ള ഗവൺമെന്റ് ബേസ്ഡ് ഓർഗനൈസേഷനിൽ നിന്ന് വരുന്ന ഇമെയിൽസും മെസ്സേജസും ശ്രദ്ധിക്കുക. ഇതിലൊക്കെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ OTP ഒക്കെ ചോദിച്ച് നമ്മളോട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നതൊക്കെ ആണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളത് സ്പാം ആണെന്ന് ഉടനെ ഉറപ്പുവരുത്തുക. ഇമെയിൽ IDs ഒക്കെ കണ്ടാൽ വിശ്വസനീയമായി തോന്നും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇമെയിൽസ് അല്ലെങ്കിൽ മെസ്സേജസ് വരുമ്പോൾ അതിന്റെ ഓണേഴ്സിനെ വിളിച്ച് അന്വേഷിച്ച ശേഷം മാത്രം റിപ്ലൈ ചെയ്യുക. ഇനി റിപ്ലൈ ചെയ്യുമ്പോഴും ഇമെയിൽസ് വന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാതെ അവരുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ അവർക്ക് സ്പെസിഫൈഡ് ആപ്പ് വഴിയോ മാത്രം റിപ്ലൈ ചെയ്യുക. മൂന്നാമതായി, പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും റേറ്റിംഗ് നോക്കി മാത്രം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അല്ലാതെ ഓരോ പ്രോഗ്രാംസിലോ അഡ്വർടൈസ്മെന്റിലോ പറയുന്നത് ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യരുത്. പിന്നെ ഈ കഴിഞ്ഞ സമയങ്ങളിലായി നടക്കുന്ന ഓൺലൈൻ തട്ടിപ്പുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടു കാണുമല്ലോ. ഇനി കുറച്ച് ഓൺലൈൻ തട്ടിപ്പുകളുടെ കാര്യങ്ങളും കൂടെ സംസാരിച്ച് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒന്നാമതായി, ട്രാഫിക് ഫൈൻസ് അടയ്ക്കണം എന്ന് പറഞ്ഞ് ROPയിൽ നിന്ന് വരുന്നത് പോലെ ഒരു മെസ്സേജ്, ലിങ്കുമുണ്ട് ഈ മെസ്സേജിൽ. ഇങ്ങനെ ഒരിക്കലും എമൗണ്ട് പേ ചെയ്യരുത്. നിങ്ങളുടെ പേരിൽ ഫൈൻ ഉണ്ടെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അത് ROPയുടെ സൈറ്റ് വഴിയോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. പിന്നെ ലിങ്കുമായി ബന്ധപ്പെട്ട് ഒരു മുന്നറിയിപ്പ് മിനിസ്ട്രി ഓഫ് കൊമേഴ്ഷ്യൽ പ്രൊമോഷൻ തന്നിരുന്നു. അതായത് ഗവൺമെന്റ് ഓഫീഷ്യൽസ് അയക്കുന്നത് പോലെ ഈ താഴെ കാണിക്കുന്ന ഇമെയിൽ ഐഡിയിൽ നിന്ന് ഈ വ്യാജ ഇമെയിൽസ് വരുന്നത്. ഇങ്ങനെയുള്ള ഇമെയിൽസ് ഒരിക്കലും റിപ്ലൈ കൊടുക്കരുത്. നിങ്ങൾക്ക് ഇനി ഈ വന്ന ഇമെയിൽ പറ്റി അല്ലെങ്കിൽ വേറെ എന്ത് സംശയം ഉണ്ടെങ്കിലും അവരുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചോ അല്ലെങ്കിൽ മിനിസ്ട്രിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ ടോൾ ഫ്രീ നമ്പറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ടോൾ ഫ്രീ നമ്പറിലും ഒരു സ്പാം നടത്തിയതിന്റെ കാര്യം ഞാൻ ഓർത്തത്. അതായത് ഒറിജിനൽ ടോൾ ഫ്രീ നമ്പറിന്റെ ഇതിന് വളരെ സാമ്യമുള്ള നമ്പർ അയച്ച് അതിൽ വിളിക്കാൻ ആവശ്യപ്പെടുക. ഇങ്ങനെ ഒരുപാട് സ്പാംസിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. അതിനാൽ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എല്ലാവർക്കും ശുഭദിനം.